ഹായ് മക്കളെ, അനുമോ സാറാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾ ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു ചെറിയ ടൈം കൊണ്ട് അതിൻ്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് പഠിച്ചാലും ഒരു 15 മിനിറ്റ് കൊണ്ട് ചാപ്റ്ററിൻ്റെ അകത്തുള്ള മുഴുവൻ കണ്ടന്റും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം സെറ്റാകുന്നു. ഓക്കെ, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ അകത്തുള്ള കൺസെപ്റ്റ് കംപ്ലീറ്റ് ഓക്കെ ആവും. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3 ദിവസത്തെ 13-ാം തീയതിയും 14-ാം തീയതിയും 15-ാം തീയതിയും രാത്രിയത്തെ 7:30 ലൈവ് മാത്രം കണ്ടാൽ മതി. പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടും. ഓക്കെ, ആ കാര്യം മക്കൾ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് നമ്മുടെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് കിട്ടാൻ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ച് 500-ന്റെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ 3 ലെവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും, അതേപോലെ തന്നെ 3 സെറ്റ് ക്വസ്റ്റ്യൻസും കിട്ടും ഓരോ സബ്ജക്റ്റിൻ്റെയും. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തുടങ്ങുന്നു നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന സർക്കിൾ ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും. വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പോയിന്റ് ഇതാണ്: ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ്? മട്ടമാണ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ്? മട്ടമാണ്. അതായത് ഏത് സെമി സർക്കിളിലും, അപ്പം മക്കൾ ഇവിടെ നോക്കിയോ, ഞാനിപ്പോൾ ഒരു സർക്കിൾ വരച്ചു. സർക്കിളിൻ്റെ 2 എൻഡുകൾ എന്ന് പറയുന്നത് ഇത് ഡയമീറ്റർ ആണ്. ഞാനിവിടെ വരച്ച ഈ AB എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്, വ്യാസമാണ്, സെൻറ്ററിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ കോണ് എന്ന് പറയുന്നത്, ഇത് അവിടെ വരച്ചിരിക്കുന്ന തേർഡ് ആംഗിൾ എന്ന് പറയുന്നത്, 3-ാമത്തെ കോണ് എന്ന് പറയുന്നത്, അതെപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി. ഞാനത് എവിടെ വരച്ചാലും, ഇങ്ങനെ വരച്ചാൽ ഇവിടെ 90 ആയിരിക്കും, എവിടെ വരച്ചാലും അതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ മറ്റൊരു കോണ് വരയ്ക്കുന്നു. മറ്റൊരു കോൺ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടേക്ക് ഒരു കോൺ ഇതാ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ ഒരു കോൺ വരച്ചാൽ ഈ കോൺ എപ്പോഴും 90 ഡിഗ്രീനേക്കാൾ കുറവായിരിക്കും. 90 ഡിഗ്രീനേക്കാൾ കുറവായിരിക്കും. ഇനി ഞാൻ വരയ്ക്കുന്ന തേർഡ് ആംഗിൾ ഉള്ളിലാണെങ്കിൽ അത് 90-നേക്കാൾ കൂടുതലായിരിക്കും. ഇക്കാര്യങ്ങൾ മക്കളൊന്ന് ഓർത്ത് വെക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒറ്റ കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നൊരു കാര്യം എന്താണ്? ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എപ്പോഴും സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ വരച്ചിരിക്കുന്ന കണ്ടോ, ഞാനിവിടെ മഞ്ഞ വരയിൽ വരച്ചിരിക്കുന്ന ആംഗിളുണ്ട്, നീല വരയിൽ വരച്ചിരിക്കുന്ന ആംഗിളുണ്ട്. ഇവിടെ AB എന്ന് പറയുന്നത് അതൊരു കോഡാണ്, ഞാണാണ്. ആ ഞാണിനെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇവിടെ മുകളിൽ ഞാൻ വരയ്ക്കുന്ന എല്ലാ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും, തുല്യമായിരിക്കും. താഴത്തെ വരച്ചിരിക്കുന്ന രണ്ടും അതും തുല്യമായിരിക്കും. പക്ഷേ ഈ മുകളിൽ വരയ്ക്കുന്ന X ആണെങ്കിൽ താഴെ വരയ്ക്കുന്നത് X അല്ല, അത് വേറെ ആംഗിൾ ആയിരിക്കും. അത് നമ്മളെ ബന്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുകളിലുള്ളത് X ആണെങ്കിൽ താഴെയുള്ളത് 180 - X ആയിരിക്കും. അത് 180 - X ആയിരിക്കും. എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഇത്. കണ്ടോ, ഞാനിപ്പം വരച്ചൊരു കാര്യത്തിൻ്റെ അകത്ത് ഇവിടെ OAB, ഇവിടെ വരയ്ക്കുന്ന AB എന്ന് പറയുന്നത് ഒരു കോഡാണ്, ഞാനാണ്. ആ O എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളാണ്, കേന്ദ്ര കോണാണ്. ആ AOB എന്ന് പറയുന്ന ആംഗിള് എന്താവുന്നു? ഞാൻ C ആക്കി എടുത്താൽ, AOB എന്ന് പറയുന്നത് C, സെൻട്രൽ ആംഗിളിൻ്റെ C, കേന്ദ്ര കോൺ. അപ്പോൾ തൊട്ട് മേലെ വരയ്ക്കുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ളതെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ചാപമാണ്. ഓക്കെ, ആർക്കാണ്. അതായത് AB വരച്ചതിൻ്റെ ഒരു ആർക്കാണ്. അവിടെ ഞാൻ എവിടെ ആംഗിൾ അവതരിപ്പിച്ചാലും, എവിടെ ആംഗിൾ വരച്ചാലും, കോണ് വരച്ചാലും അത് ആ സിയുടെ എന്തായിരിക്കും? പകുതിയായിട്ട് മാറും. അപ്പോൾ ഇത് C ആണെങ്കിൽ അത് എന്തായിട്ട് മാറി? C/2 ആയിട്ട് മാറി, അതിൻ്റെ പകുതിയായിട്ട് മാറും എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന, എതിർ ജാപത്തിൽ വരുന്ന അല്ലെങ്കിൽ മറുജാപത്തിൽ വരുന്ന കോണ് എന്ന് പറയുന്നത് ആ 180-ൽ നിന്ന് C/2 മൈനസ് ചെയ്തായിരിക്കും, അതിൻ്റെ പകുതി മൈനസ് ചെയ്തായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ മക്കൾക്ക് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സെൻട്രൽ ആംഗിൾ വരച്ചു. സെൻട്രൽ ആംഗിൾ ഇതിവിടെ ഇപ്പോൾ ഒരു ആംഗിൾ ഞാൻ എടുത്തത് എത്രയാണിടാ? ആംഗിൾ എടുത്തത് ഇവിടെ ഞാൻ എടുത്തത് ഒരു 130 എന്ന് വെക്കാം. ഇങ്ങനെ വരച്ച ആംഗിൾ 130 ആണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നേരെ മുകളിലോട്ട് വരച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെ വരച്ചാലും, ഇങ്ങനെയൊക്കെ വരച്ചാലും ഇത് 130 ആണെങ്കിൽ അതിൻ്റെ പകുതി, 130-ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 65 ഡിഗ്രി ആയിരിക്കും ഇതൊക്കെ വരിക. മുകളിൽ വരുന്ന ആംഗിൾ അതിൻ്റെ പകുതി 65 ഡിഗ്രി ആയിരിക്കും. നേരെ താഴെ വരുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ മക്കൾ ഇത്ര മാത്രം ചെയ്താൽ മതി. 180-ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക?
65 മൈനസ് ചെയ്യുക, അത് എന്ത് കിട്ടി? 115 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മുടെ പബ്ലിക് എക്സാമിന് വരാൻ ഏറെ ചാൻസ് ഉള്ളൊരു ഭാഗമായത്. അപ്പോൾ മക്കൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇത് സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആർക്കിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. അത് C/2 ആയിരിക്കും. നേരെ താഴെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് C/2 ആയിരിക്കും. കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏത് ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുകയും വേണം. അപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു? ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് മക്കളെ ശ്രദ്ധിച്ചോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് ഇത് അവിടെ ഇങ്ങനെ ഒരു കോഡ് വരച്ചു. അല്ലെങ്കിൽ സെൻട്രൽ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സെൻട്രൽ ആംഗിൾ ഇവിടെയും ഇങ്ങനെ ഒരു സെൻട്രൽ ആംഗിൾ ഇവിടെയും ഇങ്ങനെയുള്ളൊരു ചിത്രം വരച്ചു. ഇങ്ങനെയുള്ളൊരു ചിത്രം വരച്ചിട്ട് മക്കളെ ഇത് അവിടെ വരുന്ന ആംഗിൾ തന്നത്, ഇത് തന്ന ആംഗിൾ 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് എത്രയാണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇത് 70 ആണെങ്കിൽ നേരെ ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. 70/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി ആയിരിക്കും. ഞാനിനിപ്പോൾ മുകളിലോട്ട് വരച്ചാലും എവിടെ വരച്ചാലും ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതും എന്താണ്? 35 ആണ്. ആ കാര്യം മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പരീക്ഷയ്ക്ക് അങ്ങനെയുള്ളൊരു ചിത്രം ചോദിക്കും, ഉറപ്പാണ് ചോദിക്കും. ഇത് വെച്ച് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടാവും. ഓക്കെ, ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും? ഡ്രോയിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ കൃത്യമായിട്ട് പറയും. ഓക്കെ മക്കളെ, സെറ്റാണേ, കൃത്യമായിട്ട് പഠിക്കണേ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള ചാപ്റ്റർ ലാസ്റ്റ് ഭാഗം ചെറിയ ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങളെ നമുക്കുള്ളൂ, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് എന്ന് പറയുന്നത് സൈക്ലിക് കോർഡിലേറ്റർ എന്താണ് എന്നാണ്. ചക്രീയ ചതുർഭുജം എന്താണ് എന്നാണ്. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളിലൂടെ ഒരു സർക്കിൾ കൃത്യമായിട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറയാം. ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളിലൂടെയും കോർഡിലേറ്ററിൻ്റെ 4 വെർട്ടിസസിലൂടെയും സർക്കിൾ പാസ് ചെയ്യുക. അതായത് ഇങ്ങനെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, കോർഡിലേറ്ററിൻ്റെ ഇതിങ്ങനെ 4 മൂലകളിലൂടെ പാസ് ചെയ്യുക? സർക്കിൾ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറയുന്നത്. സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറയുന്നത് ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ABCD. ഓക്കെ, ഇനി ഈ ഭാഗത്തുനിന്ന് ഇതാണ് സൈക്ലിക് കോർഡിലേറ്റർ. അപ്പോൾ സൈക്ലിക് കോർഡിലേറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയും കിട്ടും? ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ നമുക്ക് എപ്പോഴും 180 കിട്ടും. ഇത്ര മാത്രം പഠിച്ചു വെക്കുക. ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ് 180 ആയിരിക്കും. ഓക്കെ, എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേര് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്നാണ്. സപ്ലിമെൻ്ററി ആംഗിൾസ് അല്ലേ? അനുപൂരക കോൺ എന്താണ് പറയുക? അനുപൂരക കോൺ എന്നാണ് പറയുക. അനുപൂരക കോൺ എന്ന് പറയും. ഓക്കെ, ഇനി ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാലും എന്ത് തന്നെ കിട്ടും? 180 ഡിഗ്രി തന്നെ കിട്ടും. ആ കാര്യം മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറെ ചാൻസ് ഉള്ളൊരു സാധനമുണ്ട്. നമ്മുടെ 1 മാർക്കിലൊക്കെ വരുന്ന സാധനം. ഞാനിപ്പം വരച്ച ചിത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ 2 ചിത്രങ്ങൾ ഞാൻ അഡീഷണൽ ആയിട്ട് വരച്ചു തരാം. ഈ ചിത്രത്തിൻ്റെ അകത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വരച്ച കോർഡിലേറ്ററിൻ്റെ ഒരു വെർട്ടിസസ് പുറത്താവുക, അതേപോലെ വരച്ചിരിക്കുന്ന ഒരു കോർഡിലേറ്ററിൻ്റെ ഒന്ന് ഉള്ളിലാവുക. 2 കേസ്. ഈ 2 കേസിലും മക്കൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിക്കോ, ഇതിപ്പോൾ ഞാൻ ABCD കൊടുത്തു, ഇതിനും അതേപോലെ തന്നെ ABCD കൊടുത്തു. ഇവിടെ നോക്കിക്കോ, 2 കേസിൻ്റെ അകത്ത് മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ അത് 180നേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെയാണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ 180നേക്കാൾ കൂടുതലായിരിക്കും. ഈ 2 കാര്യങ്ങൾ, ഈ സൈൻ അങ്ങനെ തന്നെ മക്കൾ പഠിക്കണം. പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ചിത്രം വന്നിട്ട് അതെന്താവും? ഇങ്ങനെയുള്ളൊരു ചോദ്യം വരും. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് അത്രമേൽ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരാം, ഇത്ര മാത്രം ആലോചിച്ചാൽ മതി മക്കൾ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു കോർഡിലേറ്റർ വരയ്ക്കുന്നു. കോർഡിലേറ്റർ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് 3 അളവ് തരുന്നു. ഇതിപ്പോൾ 60 തന്നു,
ഇവിടെ ഒരു 20 തന്നു, ഇവിടെ ഒരു 50 തന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നു ബാക്കിയുള്ള എല്ലാ കോണുകളും കണ്ടെത്താൻ പറയുന്നു. അപ്പോൾ ഒറ്റ കാര്യം മക്കൾ ചെയ്താൽ മതി. ഇവിടെ 60ഉം ഇവിടെ 20ഉം ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ 60, 20, 50 ആണെങ്കിൽ ഇത് 100 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ലീനിയർ പെയർ രേഖീയ ജോഡി വെച്ച് നോക്കുമ്പോൾ ഇത് 100 ആണെങ്കിൽ ഇവിടെ വരിക ആംഗിൾ എത്രയാണ്? 80 ആണ്. അപ്പോൾ 80, 50, അപ്പോൾ ഇവിടെ എത്ര വരിക? 50. ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെ വരുന്ന ആംഗിളും ഇവിടെ വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇവിടുത്തതും ഈക്വൽ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ മതി. അപ്പോൾ ഇവിടെ വരിക 80, ഇവിടെ വരിക 50, ഇവിടെ വരിക 50. അതേപോലെ ഇവിടെ 60 ആണെങ്കിൽ നേരെ ഇവിടെ 60, ഇവിടെ 20, ഇവിടെ 100. ഇങ്ങനെ ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. പരീക്ഷ ചോദിക്കും. ഇനി ഭാഗത്തുനിന്ന് പാടത്തുനിന്ന് ഒരു 2 or 3 പ്രധാനപ്പെട്ട പ്രൂഫുകളുണ്ട്, തെളിയിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് തെളിയിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ അകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തരും. അത് നിർബന്ധമായിട്ട് അത് പഠിക്കണം. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ സെറ്റാണ്. ഇത്രയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചങ്ങ് പോയാൽ മതി. ഓക്കെ, സെറ്റാണ്.